മലപ്പുറം കുറ്റിപ്പുറം കാങ്കങ്കടവ് റെഗുലേറ്റർ ബ്രിഡ്ജ് മേഖലയിൽ നിന്നും മണലെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് UDF. എന്നാൽ വസ്തുതകൾ വളച്ചൊടിച്ചാണ് UDFന്റെ പ്രചരണമെന്നും മണൽ ഖനനം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമാണെന്നും ഇടതുപക്ഷം പറയുന്നു. ഇത് എടുത്തു കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്നോ അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ അവസ്ഥ എന്താവുന്നോ ഒന്നും നമുക്കറിയാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ നിൽക്കുന്നത്. മണൽ കാണുന്നില്ല, ചെളിമണ്ണാണ് കാണുന്നത്. വിശാലമായിട്ട് മണൽ കുറച്ച് അപ്പുറത്തേക്കൊക്കെ കാണുന്നുണ്ട്. ഇതിൽ സർക്കാരിൻ്റെ കണ്ണ് സ്വകാര്യ കമ്പനികൾക്ക് ഉള്ള മണൽ മറിച്ചു വിറ്റ് കോടികൾ കൊയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് 3 മീറ്ററും കൂടെ മണലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലെവൽ വീണ്ടും താഴെയാണ്. അപ്പോൾ ഈ പരിസര പ്രദേശങ്ങൾ 17-ാം വാർഡും 18-ാം വാർഡും ഉൾക്കൊള്ളുന്ന കുറ്റിപ്പുറത്തിൻ്റെ 17-ാം വാർഡും 18-ാം വാർഡും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഒരു കാരണവശാലും വെള്ളം കിട്ടില്ല. നിർമ്മാണത്തിലിരിക്കുന്ന കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഭാഗമായുള്ള പുഴയോരത്തു നിന്നും മണലെടുക്കുന്നതിനെതിരെ UDF മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികളാണ് ഇതെല്ലാം. എന്നാൽ ഇതൊക്കെ പൂർണ്ണമായും ശരിയല്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതികരണം. നിർദ്ദിഷ്ട റെഗുലേറ്ററിന്റെ 1 കിലോമീറ്റർ ദൂരം കിഴക്കുഭാഗത്തും 1/2 കിലോമീറ്റർ ദൂരം പടിഞ്ഞാറ് ഭാഗത്തുമാണ് മണലെടുക്കാനുള്ള നിർദ്ദേശം. 1.5 മുതൽ 2 മീറ്റർ വരെ ഉയരത്തിലും 404 മീറ്റർ വീതിയിലും അടിഞ്ഞുകൂടിയ മണലാണ് നീക്കം ചെയ്യേണ്ടി വരുന്നത്. ഇത് റെഗുലേറ്ററിൽ വെള്ളം സംഭരിക്കുന്നതിന് അനിവാര്യമാണ്. റെഗുലേറ്ററിൽ വെള്ളം സംഭരിക്കുമ്പോൾ പ്രദേശത്ത് എങ്ങനെ ജലക്ഷാമം ഉണ്ടാകുമെന്നും ഇവർ ചോദിക്കുന്നു. കുടിവെള്ളക്ഷാമം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. കുടിവെള്ളക്ഷാമവും ഇറിഗേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരിക്കലും ആണല്ലോ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനാവശ്യമായ വെള്ളം ലഭ്യമാക്കലാണ്. അങ്ങനെ ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ മണൽ നീക്കണം. മണൽ നീക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താവില്ല, പ്രോജക്റ്റ് വിജയിക്കില്ല. മണലങ്ങനെ ഉയരത്തിൽ കെട്ടിക്കിടന്നാൽ പിന്നെ ഇവിടെ വെള്ളം സംഭരിക്കുന്നത്. ഞാൻ പറയുന്നത് പുഴയിലെ ഒഴുക്കിനെ തടയാൻ കഴിയില്ല. പൂർണ്ണമായും പുഴയിൽ ഒഴുകി വരുന്ന വെള്ളം മുഴുവൻ കുറ്റിപ്പുറത്ത് അടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒഴുകി പോകണം. അപ്പോൾ ഒഴുകി പോകുമ്പോൾ ഇവിടെ ഒരു നിശ്ചിത അളവിൽ വെള്ളം സംഭരിച്ച് നിർത്തണം. ആ സംഭരിച്ച് നിർത്തണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ടാക്കണ്ടേ? അനുവദിച്ച ദൂരപരിധിക്ക് അപ്പുറത്ത് മണൽ ഖനനം നടത്താൻ അനുവദിക്കില്ല. മേഖലയിൽ മുൻപ് മണലെടുക്കാൻ അനുവാദമുണ്ടായിരുന്ന തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതാണ്. വസ്തുതകൾ മറച്ചുവെച്ചുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രചരണം തുടങ്ങാനും ഇടതുപക്ഷം ആലോചിക്കുന്നുണ്ട്. നിക്ഷിപ്ത താല്പര്യം വെച്ചിട്ട് എതിർക്കുന്ന കുറേ ആളുകളുണ്ട്. രാഷ്ട്രീയമായിട്ട് എല്ലാറ്റിനും എതിർക്കുക എന്നുള്ളത് അത് കുറ്റിപ്പുറത്തെ ജനങ്ങളോട് ചെയ്യുന്ന വെല്ലുവിളിയായിട്ട് തന്നെ കാണേണ്ടി വരും. അത് എത്രത്തോളം അവർ മുന്നോട്ട് കൊണ്ടുപോകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത് അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറ്റിപ്പുറത്തെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ തടയുന്ന പ്രവർത്തനമാണ് എന്ന് കണ്ട് അതിനെ രാഷ്ട്രീയമായി ആശയപരമായി വലിയ ക്യാമ്പയിനുകളിലൂടെ നേരിടാൻ തന്നെയാണ് CPM ശ്രമിക്കുക. ആ രീതിയിൽ അതിനെ മറികടക്കാൻ വേണ്ടി കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന തരത്തിലാണ് കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള മണലെടുപ്പ് റെഗുലേറ്ററിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും തുടങ്ങുമെന്നാണ് സൂചന. ന്യൂസ് 18 മലപ്പുറം.